ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനെ ചരിത്രത്തിലില്ലാത്ത വിധത്തിലുള്ള ബോംബാക്രമണത്തിലൂടെ തകർത്തു കളയുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഭീഷണി മുറക്കിയത്. അമേരിക്കയിലെ ഒരു ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഇറാന് നേരെ ആക്രമണം നടത്താനുള്ള സാധ്യതകളെക്കുറിച്ച് എണ്ണി പറയുകയായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത് ഇറാൻ നടത്തുന്ന ആണവ പരീക്ഷണങ്ങളാണ്. അപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ഒരു കരാറിലെത്തുന്ന സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ അമേരിക്ക ഏകപക്ഷീയമായി ഇറാനെ ആക്രമിക്കുമെന്നായിരുന്നു ട്രംപിൻ്റെ വാദം. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ നമുക്ക് ചുറ്റും പ്രചരിക്കുന്നുണ്ട്. ആ വീഡിയോകളിലൊക്കെയും പല യൂട്യൂബർമാരും മാധ്യമപ്രവർത്തകരും ഒക്കെ പറയുന്നത് ഇറാനെ തകർത്തു തരിപ്പണമാക്കും അമേരിക്ക, ഏത് നിമിഷവും അമേരിക്കയുടെ ഒരു നീക്കം അങ്ങനെ ഉണ്ടാകും. അതിന് തെളിവായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് അതിഭയാനകമായ വിധത്തിലുള്ള സൈനിക ഉപകരണങ്ങൾ എത്തിക്കുകയും ആയുധങ്ങൾ എത്തിക്കുകയും ബോംബർ വിമാനങ്ങൾ എത്തിക്കുകയും അതിനൊപ്പം പടക്കപ്പലുകൾ കൂടുതൽ സജ്ജമാക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടോ അമേരിക്ക ഇറാനെ ആക്രമിക്കുമെന്ന്, അതായത് അമേരിക്ക നേരിട്ട് ഇറാന് നേരെ ഒരു ആക്രമണം നടത്തുമെന്ന്, അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്കയുടെ ആശീർവാദത്തോടുകൂടി ഇറാന് നേരെ ഒരു ആക്രമണം നടത്താൻ മുതിരുമെന്ന് നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ഒരാക്രമണവും നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഇറാന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ ഭാഗത്തു നിന്നുണ്ടായാൽ പിന്നെ നടക്കാൻ പോകുന്നത് ലോകമഹായുദ്ധമായിരിക്കും. ഒരുപക്ഷെ അതിലും വലിയൊരു ആണവ യുദ്ധത്തിലേക്ക് പോലും കാര്യങ്ങൾ നീങ്ങാം. അതിനുള്ള ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുന്നതിന് മുമ്പ് ഇറാനെ അമേരിക്ക വിചാരിച്ചാൽ തകർത്തു കളയാൻ കഴിയും, അല്ലെങ്കിൽ ഒരു പ്രതിരോധവുമില്ലാതെ ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയും എന്നൊക്കെയുള്ള പറച്ചിലുകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇറാൻ ഇപ്പോൾ തന്നെ ഹോർമുസ് കടലിടുക്കിലെ ചില ദ്വീപുകൾ, അതുപോലെ തന്നെ തങ്ങളുടെ ഭൂഗർഭ അറകൾ തുടങ്ങി തന്ത്രപ്രധാനമായ പല പ്രദേശങ്ങളിലും നിരവധിയായ പ്രതിരോധ മിസൈലുകൾ വിന്യസിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിലെ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്നൊരു ആക്രമണത്തിൽ മുതിർന്നാൽ അതിനെ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒടുക്കിക്കളയാനുള്ള ശേഷി ഇറാനുണ്ട്. എന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ ട്രംപ് തൻ്റെ ചിന്താഗതികൾ ഇങ്ങനെ മാറി മറിയുന്ന സമയത്ത് ഇറാന് നേരെ ഒരു ആക്രമണം നടത്താമെന്ന് കരുതിയാൽ തന്നെ ആ ആക്രമണം നടക്കുന്നത് പിന്നെ ഒരു ലോകമഹായുദ്ധത്തിൻ്റെ തുടക്കത്തിലേക്കായിരിക്കും. എന്ന് വെച്ചാൽ റഷ്യയും ചൈനയും ഒക്കെ ചേർന്ന് ഇറാന് കൃത്യമായ ബാക്കപ്പ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ എന്തൊക്കെ തരത്തിലുള്ള ആണവ പദ്ധതികളാണ് ഇറാൻ്റെ പക്കൽ ഉള്ളത് എന്നത് സംബന്ധിച്ച് അമേരിക്കയ്ക്ക് വലിയ തോതിലുള്ള ആശങ്കയുണ്ട്. CIA എന്ന അമേരിക്കൻ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾക്ക് തൊട്ടരികിൽ, ആണവായുധങ്ങൾക്ക് തൊട്ടരികിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഇറാനോട് അമേരിക്ക നിരന്തരമായി ചോദിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് നിങ്ങൾ ആണവ പദ്ധതി ഉപേക്ഷിക്കൂ, ആണവ പരീക്ഷണം ഉപേക്ഷിക്കൂ എന്നാണ്. പക്ഷേ ഇറാൻ പറയുന്നത് ഞങ്ങളിത് ഒരു ഇന്ധനമെന്ന നിലയിൽ, ഒരു ഊർജ്ജ സ്രോതസ് എന്ന നിലയിലാണ് ആണവ പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ ആണവ ഊർജ്ജത്തെ കാണുന്നത്, അല്ലാതെ ഒരിക്കലും അത് ഈ പറയുന്നത് പോലെയുള്ള ഒരു ആയുധ പരിശീലനത്തിനല്ല എന്നാണ് ഇറാൻ പറയുന്നത്. പക്ഷേ അമേരിക്ക പറയുന്നത് പരിപൂർണമായി ഇതൊക്കെ നിർത്തണമെന്നാണ്. അമേരിക്കയ്ക്ക് ഇങ്ങനെ പറയാനുള്ള എന്ത് റൈറ്റാണുള്ളത് എന്നുള്ള ചോദ്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. കാരണം ഇറാൻ ഒരു പരമാധികാര രാഷ്ട്രമാണ്. ഇറാൻ്റെ പരമാധികാരത്തിന്മേലാണ് അമേരിക്ക കയറി കളിക്കുന്നത്. എന്ന് മാത്രമല്ല, അമേരിക്കയ്ക്ക് സ്വന്തമായി ആണവായുധങ്ങളുണ്ട്. അപ്പോൾ ആണവായുധങ്ങളുള്ള ഒരു രാജ്യം ആണവ പരീക്ഷണം നടത്തുന്ന മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറിയിട്ട് പറയുകയാണ് നിങ്ങൾ ആണവായുധങ്ങൾ ഉണ്ടാക്കരുത് എന്ന്. അപ്പോൾ അത് തന്നെ വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. അതിനോടൊപ്പമാണ് ശരിക്കും പറഞ്ഞാൽ ഇറാന് നേരെ കടന്നു കയറി ഇപ്പം അങ്ങ് തീർത്ത് കളയും എന്നൊക്കെ ട്രംപ് ഓരോ ഘട്ടങ്ങളിലായി ഭീഷണി മുഴക്കുന്നത്. ട്രംപ് ഇതാദ്യമായല്ല ഇറാന് നേരെ ഇത്തരത്തിൽ ഭീഷണി മുഴക്കുന്നത്. ആദ്യം ഏതാണ്ട് 20 വർഷക്കാലത്തോളമായി ഇറാന് നേരെ വലിയ ഉപരോധങ്ങൾ അമേരിക്ക കൊണ്ടുവരുന്നുണ്ട്. ഒബാമയുടെ കാലത്താണ് കുറച്ചൊരു പിന്നോട്ട് പോക്കുണ്ടായത്. വീണ്ടും ട്രംപ് വന്നപ്പോൾ ആ ഉപരോധങ്ങളൊക്കെ വീണ്ടും ശക്തമായി തന്നെ കൊണ്ടുവന്നു. എന്ന് മാത്രമല്ല, ഈ ഇറാന് നേരെ നിരന്തരമായി ട്രംപ് ഭീഷണികൾ മുഴക്കുന്നുണ്ട്. ഹൂത്തികൾ നടത്തുന്ന ആക്രമണത്തിന് പിന്നിൽ ഇറാനാണ്, ഞങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് പിന്നിലാണ് ആക്സിസ് ഓഫ് ഈവിൾ എന്ന് പറയുന്നത്, അതായത് പിശാചിൻ്റെ
കേന്ദ്രമെന്ന് പറയുന്നത് ഇറാനാണ്, അതുകൊണ്ട് ഇറാനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവസാനിപ്പിക്കും, ഇറാൻ ഇതൊക്കെ നിർത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ട്രംപ് ഭീഷണി മുഴക്കുന്നുണ്ട്. പക്ഷേ ഈ ഭീഷണികൾക്കൊന്നും വഴങ്ങാതെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനി പറയുന്നത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ചെയ്യൂ, നമ്മൾ യുദ്ധത്തിലൂടെ തന്നെ നേരിട്ടോളാമെന്നാണ്. അമേരിക്കയുടെ സൈനിക ക്യാമ്പുകൾ, ബേസ് ക്യാമ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏതാണ്ട് 60ഓളം ക്യാമ്പുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ തയ്യാറാക്കിയെന്നാണ് ഇന്നലെ ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 50,000-ഓളം അമേരിക്കൻ ട്രൂപ്പുകളെ ഒരേ സമയം ടാർഗറ്റ് ചെയ്യാനുള്ള ശേഷി ഇറാൻ ഉണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു വീഡിയോ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. അപ്പോൾ അങ്ങനെ ഇറാൻ ഒരു പ്രതിരോധത്തിന് സജ്ജമായി നിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഏകപക്ഷീയമായ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏറ്റവും അധികം തിരിച്ചടിക്കുക അമേരിക്കയ്ക്ക് തന്നെയായിരിക്കും. എന്ന് മാത്രമല്ല, റഷ്യയും ശക്തമായ നിലപാടുമായി ഇറാനൊപ്പം രംഗത്തെത്തിയിട്ടുണ്ട്. റഷ്യയുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി സെർജി റിയാബ്കോവ് അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ട്രംപ് നടത്തുന്ന പരാമർശങ്ങളെല്ലാം ഇറാനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം വല്ലാതെ ഗുരുതരമാക്കുകയാണ്. ഇറാൻ്റെ ദേഹത്തേക്ക് സ്വന്തം താല്പര്യം അടിച്ചേൽപ്പിക്കാനുള്ള അമേരിക്കയുടെ നടപടികൾ ശരിയായിട്ടുള്ള കാര്യമല്ല, അത് അനുവദിക്കുകയുമില്ല. എന്ന് മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണത്തിന് അമേരിക്ക മുതിർന്നാൽ പിന്നീട് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വരും. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അമേരിക്ക മൊത്തം അനുഭവിക്കേണ്ടി വരുമെന്ന് വിദേശകാര്യ സഹമന്ത്രി പറയുന്ന സാഹചര്യമുണ്ടായി. റഷ്യയാണ് ഈ വിഷയത്തിൽ ഇറാന് ശക്തമായ പിന്തുണയുമായി രംഗത്ത് വന്നത്. എന്ന് മാത്രമല്ല, ചൈനയും റഷ്യയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് ഈ അമേരിക്കയ്ക്കെതിരെ രംഗത്ത് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് അമേരിക്ക തന്നെ വിലയിരുത്തുകയാണ്. അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികളുടെ 2025 വാർഷിക ഭീഷണി വിലയിരുത്തലിൽ അവകാശപ്പെടുന്നത് റഷ്യയും ചൈനയും ഇറാനും ഉത്തര കൊറിയയും ചേർന്ന് അമേരിക്കൻ താല്പര്യങ്ങളെ വെല്ലുവിളിക്കുകയാണ് എന്നാണ്. അതായത് 2025 അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാകുന്നത് റഷ്യയും ചൈനയും ഇറാനും ഉത്തര കൊറിയയും ചേർന്നുള്ള സഖ്യമാണ് എന്നുള്ളത് അമേരിക്കൻ ഇൻ്റലിജൻസ് ഏജൻസികളുടെ വാർഷിക ഭീഷണി വിലയിരുത്തലിൽ തന്നെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അമേരിക്ക ഈ ഭീഷണികൾ വർദ്ധിപ്പിക്കാനല്ല ഇനി ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് ഇറാന് നേരെ നടക്കുന്ന ഭീഷണികൾ, അതിന് പിന്നാലെ ഇറാൻ ഇപ്പോൾ ചാരമാകും, ഇറാൻ ഇപ്പോൾ തീരും, ഖാംനി മരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തട്ടിവിടുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജന്മമുണ്ടെങ്കിൽ അമേരിക്ക ഇറാനെ തൊടില്ല. തൊട്ടാൽ അതൊരു മഹായുദ്ധത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ മഹായുദ്ധ സമയത്ത് ഏതൊക്കെ രാജ്യങ്ങൾ ഏതൊക്കെ ആയുധങ്ങൾ പ്രയോഗിക്കുമെന്നതിൻ്റെ ഒരു കണക്കും, പ്രത്യേകിച്ച് റഷ്യ, അതുപോലെ തന്നെ ഇറാൻ, ഉത്തര കൊറിയ, ഇവരുടെ പക്കലേക്ക് എന്താണുള്ളത് എന്നും ഇവരെ എന്തൊക്കെ എവിടെയൊക്കെ പ്രയോഗിക്കുമെന്നും ഇതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കുമെന്നതിനെക്കുറിച്ച് യാതൊരു ഐഡിയയും അമേരിക്കയ്ക്കില്ല. കാരണം അമേരിക്കയുമായോ ആഗോള ആയുധ വിപണിയുമായോ ഒന്നും ഒരു ബന്ധവുമില്ലാതെ തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങളാണ് ഇറാൻ്റെയും റഷ്യയുടെയും ഉത്തര കൊറിയയുടെയൊക്കെ കയ്യിലുള്ളത്. പ്രത്യേകിച്ചും റഷ്യയും ഇറാനും തമ്മിലുള്ള ആയുധ കൈമാറ്റം അല്ലെങ്കിൽ അവരുടെ ആയുധ ഇടപാടുകൾ എന്നൊക്കെ പറഞ്ഞ് കുറേ കാലമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് പ്രയോഗിച്ചാൽ പിന്നെ ഈ പറയുന്ന ഒരു തരത്തിലുള്ള നിയന്ത്രണമോ ലക്ഷ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പിടിച്ചു നിർത്തലോ ഒന്നും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്ക ഇപ്പോൾ നടത്തുന്ന ഒരു ഭീഷണി എന്ന നിലയിൽ മാത്രമേ കാണാൻ കഴിയൂ. ഇപ്പോൾ ഹൂത്തികളെ തീർക്കുമെന്ന് അമേരിക്ക പറഞ്ഞിട്ട് എന്തായി? ഇതുവരെയും ഹൂത്തികളെ പരിപൂർണമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഹൂത്തികൾ തിരിച്ചടി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹൂത്തികൾ ഇനി ആക്രമിച്ചാൽ ഇറാനെ കയറി ആക്രമിക്കുമെന്ന് ട്രംപ് പറയാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? അതും കുറേ കാലമായി. എന്ന് മാത്രമല്ല, ട്രംപ് അതിന് പിറകെ പറഞ്ഞു ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ഞങ്ങൾ ബോംബിടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ ഘട്ടത്തിൽ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇറാന് നേരെ കടന്നു കയറുകയാണ് ട്രംപ്. ഇതേ ട്രംപ് തന്നെ അധികാരത്തിലേറി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആയത്തുള്ള അലി ഖാംനി എന്ന ഇറാൻ്റെ പരമോന്നത നേതാവുമായി നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞൊരു കത്ത് കൊടുത്തിരുന്നു. പക്ഷേ ഇറാൻ പറഞ്ഞു ഇത്രയും മോശമായൊരു സ്ഥിതിവിശേഷം പശ്ചിമേഷ്യയിൽ ഉണ്ടാക്കിയ കാരണക്കാർ ഒരു ചർച്ചയ്ക്ക് വിളിച്ചാൽ നേരിട്ടുള്ള ചർച്ചയ്ക്ക് പോകാൻ ഞങ്ങൾ തയ്യാറല്ല, അത് ശരിയല്ല, ഞങ്ങളുടെ നിലപാടതല്ല എന്ന് പറഞ്ഞ് ഇറാൻ അതിനെ തള്ളിക്കളയുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഇറാനെ ഏതെങ്കിലും തരത്തിൽ നയതന്ത്രപരമായി പാട്ടിലാക്കാനുള്ള ഒരു ശ്രമം കൂടി അമേരിക്ക നടത്തിയിരുന്നു എന്നുള്ളത് കാണുക. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊക്കെ വിലയിരുത്തിക്കൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇറാൻ ഇപ്പോൾ തകരും, അമേരിക്ക ബോംബിട്ട് ഇറാനെ തീർക്കും, ഖമനിയെ കൊല്ലുമെന്നൊക്കെ പറയുന്നത് വെറും വീൺവാക്കുകളാണ്, അല്ലെങ്കിൽ വെറും തള്ളുകളാണ്. നമുക്ക് പറയാം ആ ഒരു നിലപാട് അങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നവർക്ക് സന്തോഷിക്കാമെന്നതിനപ്പുറത്തേക്ക് അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇറാനെ തൊടില്ല അമേരിക്ക. തൊട്ടാൽ ലോകം കത്തുന്ന നിലയിലേക്കുള്ള മഹായുദ്ധം വരും, ഒരു സംശയവും വേണ്ട. എന്ന് മാത്രമല്ല, ട്രംപിൻ്റെ ഇപ്പോഴത്തെ പല തീരുമാനങ്ങളും ഭ്രാന്തൻ തീരുമാനങ്ങളെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതായത് ട്രംപ് ചെയ്തു കൂട്ടുന്നത് എന്താണ്, എടുക്കുന്ന നിലപാടുകൾ എന്താണ്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നത് സംബന്ധിച്ച് ആർക്കും ഒരു രൂപവുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ട്രംപിനെ
എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നത് വലിയ ചോദ്യമാണ്. അന്താരാഷ്ട്ര തലത്തിലൊക്കെ വലിയ പ്രതിഷേധങ്ങൾ, വലിയ വെല്ലുവിളികൾ ട്രംപ് നേരിടുന്നുണ്ട്. അപ്പോൾ അതും ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. പക്ഷേ ഇവിടെ ട്രംപ് ഇറാനെ ആക്രമിക്കാൻ ഒരു തീരുമാനമെടുത്താൽ അത് ലോകത്തെ മുഴുവൻ ബാധിക്കും, പശ്ചിമേഷ്യയെ വല്ലാതെ ബാധിക്കും. അതുമാത്രമല്ല അതിൻ്റെ തിരിച്ചടികൾ നമുക്ക് പ്രവചിക്കാൻ കഴിയാത്തതിനപ്പുറമാകും. അപ്പോൾ അത്തരമൊരു നീക്കത്തിലേക്ക് ട്രംപ് പോകില്ല. ഭീഷണികളായി മാത്രം നിലനിൽക്കുന്ന സാഹചര്യമാണെന്ന് മാത്രമല്ല, ഇറാൻ ശക്തമായി പ്രതിരോധിക്കുകയും അമേരിക്കയുടെ ട്രംപിൻ്റെ വാക്കുകൾ കൊണ്ടുള്ള ആക്രമണത്തിന് അതേ രീതിയിൽ തിരിച്ചാക്രമിക്കുകയും ചെയ്യുകയും റഷ്യയും ചൈനയും ഒക്കെ ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇറാനെ തൊടാൻ അമേരിക്കയ്ക്ക് കഴിയില്ല, അല്ലെങ്കിൽ അമേരിക്ക അങ്ങനെയൊരു ആപൽക്കരമായ നീക്കത്തിലേക്ക് പോവില്ല എന്ന് തന്നെയാണ് ഞാൻ വിലയിരുത്തുന്നത്.